യേശുവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം വചനയാത്രക്കാർക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വചനവിചിന്തനത്തെ 3 ഭാഗങ്ങളായി നമുക്ക് ക്രമീകരിക്കാം. ആമുഖം. ഉത്ഥിതനായ യേശുവിനെ കണ്ടപ്പോൾ ചില ശിഷ്യർ ഉത്ഥിതൻ്റെ ദൈവത്വം അംഗീകരിച്ച് ആരാധിക്കുന്നു. മറ്റു ചില ശിഷ്യർ സംശയിക്കുന്നു. 1. സ്വർഗം. ഷെമായിം എന്ന ഹീബ്രു പദവും ഉറാനുസ് എന്ന ഗ്രീക്ക് പദവുമാണ് സ്വർഗത്തെ സൂചിപ്പിക്കാൻ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി 1:1. തൻ്റെ പിതാവിൻ്റെ ഭവനവും വാസസ്ഥാനവുമായാണ് യേശു സ്വർഗത്തെ അവതരിപ്പിക്കുക. യോഹന്നാൻ 14:2, സങ്കീർത്തനം 61:4, 65:4. വാനവസൈന്യങ്ങൾ അവിടത്തെ അകമ്പടി സേവിക്കുന്നു. നെഹമ്യ 9:6. സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനം. യേശു നമുക്കായി മരിക്കുകയും ഉയർക്കുകയും ചെയ്തു. ക്രൈസ്തവ ജീവിതത്തിലെ പ്രത്യാശയുടെ അടിസ്ഥാനം സ്വർഗമാണ്. കൊളോസ്യർ 1:5. അക്കാരണത്താൽ മരണശേഷം വിശ്വാസികൾക്ക് സ്വർഗീയ ജീവിതമുണ്ട്. ക്രൈസ്തവൻ്റെ ജീവിതം സ്വർഗോന്മുഖമാണ്. കൊളോസ്യർ 3:1. മരണാനന്തരം മർത്യശരീരത്തിന് പകരം മഹത്വീകൃതമായ സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കും. ബെനഡിക്ട് 16 പാപ്പയുടെ മനസ്സിൽ പിതാവായ ദൈവത്തിൻ്റെ സർവ്വ ആധിപത്യത്തിലും പരമാധികാരത്തിലുമുള്ള യേശുവിൻ്റെ പങ്കുചേരലാണ് സ്വർഗം. എല്ലാ ഇടങ്ങളോടും യേശു ബന്ധപ്പെട്ടിരിക്കുന്നത് അവയുടെ സൃഷ്ടാവും കർത്താവുമായിട്ടാണെന്ന് ബെനഡിക്ട് പാപ്പ നിരീക്ഷിക്കുന്നു. ഭൂമിയിൽ വസിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്ത സ്ഥലങ്ങളെ സ്വർഗത്തിൻ്റെ പ്രതീകമായാണ് വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത്. തൻ്റെ ജനത്തിൻ്റെ പരിത്യക്ത അവസ്ഥയെ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണുന്നു. ഏശയ്യ 63:15. ദൈവഭവനത്തിൽ അപ്പമുണ്ടാകുമ്പോൾ ദൈവജനത്തിനായി ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ, അതിൽ അടിപതറാതെ മുന്നോട്ട് പോകാൻ വീണ്ടും നിശ്ചയിച്ചുറയ്ക്കുമ്പോൾ സ്വർഗം തുറക്കുന്നുവെന്ന് മലാക്കി 3:10 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 2. എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറയുന്നു. 2:1. ദാനിയേൽ 7:13-14 ഉപയോഗിച്ചിരിക്കുന്ന എക്സൂസിയ എന്ന ഗ്രീക്ക് പദമാണ് മത്തായി 28:18 അധികാരം എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം മനുഷ്യപുത്രന് നിത്യമായ രാജ്യത്തിലെ അധികാരമാണ് ദൈവം നൽകുന്നതെന്നാണ്. സങ്കീർത്തനം 2:7-8 വരെയുള്ള വാക്യങ്ങൾ അനുസരിച്ച് ദൈവം തൻ്റെ പുത്രന് ജനതകളുടെ മേൽ അവകാശവും ഭൂമിയുടെ മേൽ അധീനതയും നൽകുന്നു. കാരണം ഭൂമി ദൈവത്തിൻ്റെതാണ്. അത് സ്ഥിരമായി വിൽക്കാൻ പാടില്ല. ഭൂമിയും അതിലുള്ള സർവ്വവും ദൈവത്തിൻ്റേതുമാണ്. പുറപ്പാട് 19:5, നിയമാവർത്തനം 25:23. 2:2. വിശുദ്ധ മത്തായിയുടെ വീക്ഷണത്തിൽ ഉത്ഥിതൻ സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ളവനാണ്. ഉത്ഥിതൻ ദൈവസ്ഥാനീയനായ പ്രപഞ്ച രാജാവാണ്. അവനെ പുൽത്തൊട്ടിയിലും പിന്നെ കുരിശിൽ അവമാനിക്കുമ്പോഴും അവനെ രാജാവായി തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സഹന മരണ ഉത്ഥാനത്തിലൂടെ ഉത്ഥിതൻ സിംഹാസനസ്ഥനായി ഭരിക്കുന്നു. ഫിലിപ്പിയർ 2:6, 9-11 വരെയുള്ള വചനങ്ങൾ, കൊളോസ്യർ 1:15-18 വരെ, ഹെബ്രായർ 1:1-4 വരെ, മത്തായി 2:11, 27:11, 29-32 വാക്യങ്ങൾ. സാർവത്രിക അധികാരം ലഭിച്ച ഉത്ഥിതൻ 11 ശിഷ്യന്മാർക്ക് നൽകുന്ന ദൗത്യം സർവപ്രപഞ്ചത്തിലും പ്രാബല്യമുള്ളതാണെന്നുകൂടെ ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 3. ഉത്ഥിതൻ്റെ ശിഷ്യസമൂഹത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് ജ്ഞാനസ്നാനം. ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നയാൾ ഉത്ഥിതനിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നു. ത്രിത്വൈക ദൈവ കൂട്ടായ്മയിൽ പങ്കുചേരുന്നു. ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവൻ ജലത്താലും ആത്മാവിനാലും
വീണ്ടും ജനിക്കുന്നു, അതായത് മുകളിൽ നിന്നും ജനിക്കുന്നുവെന്ന് അർത്ഥം. യോഹന്നാൻ 3:5. ക്രിസ്തു നൽകുന്ന ജ്ഞാനസ്നാനം പരിശുദ്ധാരൂപിയും അഗ്നിയും കൊണ്ടുള്ളതാണ്. മത്തായി 3:11, ലൂക്ക 3:16. 3:1 ജ്ഞാനസ്നാനത്തിൻ്റെ ഫലങ്ങൾ: പാപമോചനവും പുതിയ ജന്മവും, ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉയർപ്പിലുമുള്ള ഐക്യപ്പെടലും, സഭയിലെ അംഗത്വം സ്വീകരിക്കലും, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾക്ക് അർഹരായി തീരുന്നതുമാണ് ജ്ഞാനസ്നാനത്തിൻ്റെ ഫലങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം 2:38, യോഹന്നാൻ 3:3, റോമ 6:3-11 വരെ, 1 കൊരിന്തോസ് 1:13, 12-ാം അധ്യായം 4-11 വരെയുള്ള വചനങ്ങൾ. 3:2 യേശു കൽപ്പിച്ചവ. 3:2-1. ഇനിയുള്ളത് 1:2 എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. 1. യേശുവിൻ്റെ ഗിരിപ്രഭാഷണം, മത്തായി 5-7 വരെയുള്ള അധ്യായങ്ങൾ. ഇവിടെ യേശു സൂചിപ്പിക്കുന്നത് ദൈവരാജ്യം എങ്ങനെ പണിയണം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവരുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്നാണ് ഈ തിരുവചന ഭാഗത്തിലൂടെ ഒരു ക്രിസ്തു ശിഷ്യത്വം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ക്രിസ്തു ശിഷ്യർ അതിനനുസരിച്ച് ജീവിക്കണം. അതാണ് യേശു കൽപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, യേശു ഈ ലോകം വിട്ട് പോകുന്നതിന് മുമ്പ് നൽകുന്ന കൽപ്പനയാണ്. യേശുവിൻ്റെ പുതിയ കൽപ്പന: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ, സ്നേഹശിഷ്യരായി വർത്തിക്കുവിൻ, ജീവിക്കുവിൻ എന്ന് യേശു ആഹ്വാനം ചെയ്യുന്നു. യോഹന്നാൻ 13-15 വരെ. 3. യേശു കൽപ്പിച്ചത് ഭരിക്കുക, ആധിപത്യം പുലർത്തുക, അധികാരം പ്രയോഗിക്കുക എന്നിവ പാടില്ല എന്നുള്ളതാണ്. അതും വളരെ അടിസ്ഥാനപരമായി ഇന്നിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മൾ ഏറെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വേണം. 2:4 വലിയവനാകണമെങ്കിൽ ചെറിയവനാകണം. 2:5 ശുശ്രൂഷിക്കപ്പെടാൻ ആഗ്രഹിക്കരുത്, മറിച്ച് ശുശ്രൂഷകനാകണം. 2:6 ഒന്നാമനാകാൻ ആഗ്രഹിക്കരുത്, മറിച്ച് ദാസനാകണം. 2:7 അനേകർക്ക് സ്വജീവിതം മോചനദ്രവ്യമായി നൽകണം. മർക്കോസ് 10:42-45 വരെ. 2:8 യേശു കുരിശിൻ ചുവട്ടിൽ വെച്ച് നൽകിയ പരിശുദ്ധ അമ്മയോടൊപ്പമായിരിക്കണം. മാതൃത്വത്തിൻ്റെ മാനസങ്ങൾ വിടരണം, കാരണം ദൈവം അമ്മയും അപ്പനുമാണ്. യെശയ്യാ 49:15-16 വരെ. ബൈബിളിൽ 366 പ്രാവശ്യം രേഖപ്പെടുത്തുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഇമ്മാനുവേൽ അനുഭവം ഉദ്ധിത സാന്നിധ്യത്തിൽ സാർത്ഥകമാവുകയാണെന്ന് നമുക്ക് ഓർക്കാം. ഉപസംഹാരം: അധികാരം ദൈവം നൽകുന്നതും ഒപ്പം ജനങ്ങളിൽ നിന്ന് ആർജിച്ചെടുക്കുന്നതുമാണ്. അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലികളും ചതുരംഗക്കളികളും ജനങ്ങളെ വളർത്താനല്ല, നശിപ്പിക്കാനാണ്. ജനത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കുന്നവനാണ് അധികാരി അഥവാ നായകൻ. യോഹന്നാൻ 10:11. ആടുകളെ രക്ഷിക്കുവാനായി തിരുമുറിവുകൾ ഏറ്റെടുക്കുന്നവനാണ് അധികാരി, ഇടയൻ, നായകൻ. ജനശുശ്രൂഷയ്ക്ക് ജനവും ദൈവവും നൽകുന്ന അംഗീകാരമാണ് അധികാരം. ജനങ്ങളുടെ മനസ്സും മനോഭാവവും അറിഞ്ഞാണ് അധികാരം പ്രയോഗിക്കേണ്ടതും ജനങ്ങളെ നയിക്കേണ്ടതും. അധികാരത്തിനു വേണ്ടിയുള്ള പരക്കം പാച്ചിൽ ജനങ്ങളെ അപഹാസ്യരാക്കലും അവരെ മർദ്ദിക്കലും ആണെന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ഫാദർ നിക്കോളാസ് ടി.